തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ടിക്കറ്റ് എങ്ങനെ ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ നോക്കാൻ വന്നത്. ഒരു 3 മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ്. TTD എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ തിരുപ്പതിയുടെ വെബ്സൈറ്റ് വരുന്നതാണ്. അതിൽ ORG എന്നുള്ള വെബ്സൈറ്റ് അല്ല, ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ap.gov.in എന്ന് പറയുന്ന ലാസ്റ്റ് വരുന്ന ഈ വെബ്സൈറ്റാണ്, ആന്ധ്രാപ്രദേശ് എന്നുള്ളത് കാണിക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരുന്നതാണ്. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്, അത് കാരണം ഫസ്റ്റ് ലോഗ് ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് മൊബൈൽ നമ്പർ മാത്രം അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് OTP വരും. ആ OTP അടിച്ചു കഴിഞ്ഞാൽ ലോഗിൻ ആവുന്നതാണ്. പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ഇവിടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടോ റൈറ്റ് സൈഡ്. ഇവിടെയാണ് ഏത് ഡേറ്റിലാണ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കാണിക്കുക. കൂടുതലും 20-ാം തീയതി മുതൽ 25-ാം തീയതിയുള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ മാത്രമായിരിക്കും ഇത് ബുക്ക് ചെയ്യാൻ പറ്റുക. ആ ഡേറ്റ് എന്നാന്നുള്ളത് ഇവിടെ ആ 20-ാം തീയതി മുതൽ 25 അതിനുള്ളിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. രാവിലെ 10 മണി മുതൽ 12 മണി വരെയാണ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്പെഷ്യൽ എൻട്രി ദർശനം പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും സ്പെഷ്യൽ എൻട്രി ദർശനത്തിൻ്റെ വരിക. ഇതിലിപ്പോൾ എല്ലാം ഫുള്ളായ കാരണം ആ സ്ലോട്ട് അവൈലബിൾ അല്ലല്ലോ, അതുകൊണ്ടാണ് ഈ റെഡ് കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ കാണിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഗ്രീൻ കാണിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്പെഷ്യൽ എൻട്രി ദർശനം എങ്ങനെ ബുക്ക് ചെയ്യാന്നുള്ളത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പത്മാവതി ടെമ്പിളിന് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചാൽ അപ്പോൾ ഇതേ ഫോർമാറ്റ് ആയിരിക്കും അവിടെയും. തിരുപ്പതി ടെമ്പിളിലേക്കുള്ള ദർശനത്തിൻ്റെ ഇതേപോലെ വെയിറ്റിംഗ് കാണിക്കും. അതിനുശേഷം ഇതേപോലെ ഗ്രീൻ കാണിക്കും. ഈ ഗ്രീൻ കാണിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ബുക്ക് ചെയ്യും. അത് ഡേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴത്ത് ഏത് സമയത്താണ് നമ്മൾ ദർശനത്തിന് അവൈലബിൾ ആയിട്ടുള്ള ടൈംസാണ് താഴത്ത് കാണിക്കുന്നത്. അതിലത്തെ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഏത് ഡേറ്റിലാണ് അത് മിനിമം പാസഞ്ചർ 1, മാക്സിമം 6 എന്നുള്ളത് മുകളിൽ കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് സ്ലോട്ട് സെലക്ട് ചെയ്യുക. ആൻഡ് മാക്സിമം 6 പേരിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ 12 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ദർശന ടിക്കറ്റ് ഫ്രീ ആണ്. ആൻഡ് അഡീഷണൽ ലഡ്ഡൂസ് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. ഇത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങളുടെ പേര്, ഏജ്, ജെൻഡർ ആൻഡ് ID പ്രൂഫാണ്. ID പ്രൂഫ് ആധാർ അല്ലെങ്കിൽ പാസ്പോർട്ട് ആയിരിക്കും ചോദിക്കുന്നത്. കണ്ടിന്യൂ കൊടുക്കുക. അടുത്ത പേയ്മെൻറ്റ് ചോദിക്കുന്ന ഡീറ്റെയിൽ ആയിരിക്കും. നിങ്ങൾ ഡീറ്റെയിൽ എല്ലാം കൺഫേം അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. നിങ്ങൾ ടൈപ്പ് ചെയ്ത ഡീറ്റെയിൽസ്, പേരും ആധാറും എല്ലാം കൺഫേം. കാരണം ഈ ആധാറിൽ വെച്ചിട്ടാണ് അവിടെ നമ്മളുടെ എൻട്രൻസിലേക്ക് വാലിഡേറ്റ് ചെയ്യുന്ന അതിന് വെച്ചിട്ടാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്യും. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക ഡീറ്റെയിൽസ് എല്ലാം. അതിനുശേഷം പേയ്മെൻറ്റ് ഗേറ്റ് വഴി നിങ്ങൾ ഏത് പേയ്മെൻറ്റാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇപ്പോൾ UPIൻ്റെ ആണെങ്കിൽ UPI കൊടുത്തിട്ട് പേ നൗ കൊടുക്കുക. ഞാൻ ഓൾറെഡി പേ ചെയ്തു. അപ്പോൾ നിങ്ങൾ അത് പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടുന്നതാണ്. ഞാൻ ഓൾറെഡി പേ ചെയ്തതായ കാരണം ആ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അത് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇതുപോലത്തെ ഒരു ടിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആൻഡ് നിങ്ങൾ ബുക്ക് ചെയ്ത ടിക്കറ്റ് പിന്നീട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഹോം പേജിൽ മൈ ബുക്കിംഗ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിലുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഒരു ഹോം പേജിൽ മൈ ബുക്കിംഗ് ഹിസ്റ്ററിയിൽ ഇവിടെ നമ്മൾ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഉണ്ടാവും. ബുക്ക് ചെയ്യാനുള്ള ലിങ്കും ഇതിൻ്റെ ഡീറ്റെയിൽസും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യുക. വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ടാവും, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞുതരാം.